ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ തത്തകൾ, ഇപ്പോൾ ഏത് തത്തകളായിക്കോട്ടെ, നാടൻ തത്ത, കൊനിയേഴ്സ്, ഗ്രീൻ ചിക്കൊനിയർ, സൺ കൊനിയർ, അതായത് ഏത് പാരറ്റിൻ്റെ ഏത് ബ്രീഡും ആയിക്കോട്ടെ, നിങ്ങളുടെ ആ തത്ത 3 മാസത്തിനുള്ളിൽ സംസാരിച്ചിരിക്കും. അങ്ങനെ സംസാരിക്കാനായിട്ടുള്ള ചെറിയ ടിപ്സാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ഒന്ന് ചെയ്യണേ ഗൈസ്. നമുക്ക് വെറും 35 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്നതെല്ലാം സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഒന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത്, നിങ്ങളെപ്പോഴും തത്തകളെ വാങ്ങിക്കുമ്പോൾ മെയിൽ പാരറ്റിനെ വാങ്ങിക്കുക, ഫീമെയിൽ പാരറ്റിനെ വാങ്ങിക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൽ പാരറ്റുകളാണ് കൂടുതലും നമ്മളോട് ഇണങ്ങുന്നതും സംസാരിക്കുന്നതും. ഫീമെയിലൊന്നും അത്രയും വരത്തില്ല. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ തത്തകൾ പെട്ടെന്ന് സംസാരിക്കണമെങ്കിൽ നിങ്ങളതിനെ മുഴുവൻ സമയവും, ഒരു ദിവസം മുഴുവനൊന്നും കൂട്ടിലടച്ചിടരുത്. 2-3 മണിക്കൂർ നിങ്ങളുടെ കൂടെ വെളിയിലിറക്കി അതിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുക. പിന്നെ പറ്റുന്ന അത്രയും നമ്മൾ തത്തകളോട് സംസാരിക്കുക. നമുക്ക് പറ്റുന്ന അത്രയും സമയത്ത് അവരോട് സംസാരിക്കുക. പെട്ടെന്ന് ഇപ്പോൾ സംസാരിക്കല്ലേ. ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കാപ്പിട്ട് അടുത്ത വാക്ക് പറയുക. ഇല്ലെങ്കിൽ അതിന് കൺഫ്യൂഷനാവും. പിന്നെ ഏത് വേർഡ് പറഞ്ഞാലും അതിനത് കൺഫ്യൂഷനാവും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ തത്തകളെ വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. 1 മാസത്തിലോ അല്ലെങ്കിൽ 3 മാസത്തിലോ താഴെയുള്ള തത്തകളെ വാങ്ങിക്കുക. അതാവുമ്പോൾ അത് തീരെ കുഞ്ഞാണ്, നമ്മളോട് പെട്ടെന്ന് ഇണങ്ങും. പിന്നെ അത് കൊത്തുകയൊന്നും ചെയ്യത്തില്ല. 2 അതോ 1 മാസത്തിൽ ഉള്ള വാങ്ങിച്ച പാരറ്റിനെ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ അതിനെ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ആളോടായിരിക്കും ആ തത്ത കൂടുതലും ഇണങ്ങുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ തത്ത 3 മാസത്തിനുള്ളിൽ സംസാരിച്ചിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.